ബാലുവിനെ ഹോസ്പിറ്റലിൽ വന്ന് കാണുന്ന സിറിളിനെ കണ്ട് അയാളോട് പ്രതികരിക്കുന്ന ബാലു, ശ്രുതിയെ പരിശോധിക്കാൻ വരുന്ന ഡോക്ടർ സൂസൻ, ശ്രുതിയുടെ ഇനി അങ്ങോട്ടുള്ള ചെക്കപ്പിന്റെ കാര്യവും പ്രസവിക്കാനുള്ള തീയതിയും ഡോക്ടർ സൂസൻ പറയുന്നു. സുദീപിന്റെ വീട്ടിലേക്ക് കല്യാണ വസ്ത്രങ്ങളുമായി വരുന്ന ജലജയും ജയസുധയും. ഇനി തുടർന്ന് കാണുക. ഓ, ഒന്ന് നിന്നേ. എങ്ങോട്ടാ? എന്തോന്നാ കൈ നിറയെ? എന്തുവാന്ന്? അങ്ങ് കൊടുക്കടി. അച്ഛനൊരു വടിയാ. വടിയോ? ആ, ദേ നോക്കി. പിള്ളേച്ചിന് വേണ്ടി എന്റെ മോൻ ബോംബെന്ന് കൊണ്ടുവന്നതാ. എന്താ ഇതിന്റെ വിലയെന്നറിയോ? ഭയങ്കര വിലയാ. സ്വർണം കെട്ടിയതാണോ? അതുപോലൊക്കെയാ. നോക്കച്ചാ. ആ, അവൻ കൊണ്ടുവന്നതല്ലയോ? അപ്പൊ ഇതിന്റെ പ്രയോജനം വേറെയും കാണും. വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നെന്ന് പറയുന്ന പോലെ ആകും. അത് പിന്നെ അങ്ങനാണല്ലോ, ഇല്ലേ ജലജി? അയ്യോ, അങ്ങനൊന്നും കരുതിയിട്ടല്ലച്ചാ. ആ, ഞാൻ വടിക്ക് തുല്യമാണല്ലോ എന്ന് വെച്ചാ വടിയാകാറായി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കല്യാണം നടത്തുന്നതിന്റെ സന്തോഷത്തിലാണോ എനിക്ക് ഈ വടി തന്നത്? ആണോ? അച്ഛാ, അതൊരു വാക്കിംഗ് സ്റ്റിക്കാ, നടക്കാനൊക്കെ വേണ്ടിട്ടല്ലേ. നീ വാടി ഇങ്ങോട്ട്, വേറെ പണിയില്ല. ഞാനങ്ങ് വടികുത്തി വീഴുമെന്ന ഇവരുടെയൊക്കെ വിചാരം. അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാർക്ക് പെണ്ണിന്റെ വീട്ടുകാരെ ഡ്രസ് എടുത്തു കൊടുക്കുന്ന പതിവുണ്ടോ ജലജെ? അങ്ങനെ നാട്ടുനടപ്പ് നോക്കിയാണോ ഇച്ച ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ പണത്തിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ നോക്കിക്കോ, ഈ നാട്ടിലെ അടുത്തെങ്ങാനും ഇങ്ങനൊരു കല്യാണം നടന്നിട്ടില്ല, ഇനിയൊട്ട് നടക്കേയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാ KSRTC ഡ്രൈവർ ചിത്രഭാനുവിന്റെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അല്ലാതെ ഇതൊരു ധർമ്മ കല്യാണം അല്ല. അതെ, എന്തൊക്കെ സാധനങ്ങളായി വാങ്ങിച്ചു കൂട്ടിയേക്കുന്നത് ജലചേച്ചി? ഇതിനൊക്കെ ഒരുപാട് കാശായി കാണൂലേ? എന്തിനെങ്ങനെ ആവശ്യമില്ലാതെ ചെലവാക്കുന്നേ? നാളെ ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ? കുഴപ്പമില്ല രവിയേട്ടാ, ഒക്കെ ചേട്ടൻ നോക്കിക്കോളൂ. എന്നിട്ടെന്താ പ്രവീൺ വരാതിരുന്നത് നിങ്ങളുടെ കൂടെ? ഞാനും കണ്ടിട്ട് ഒരുപാട് നാളായി. പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കണ്ടതാ. എന്തു പറയാനാ രവി, അവനാണെങ്കിൽ പെങ്ങളുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താനാ വന്നത്. എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തേ. അവസാനം ഭാനുവേട്ടന്റെ സ്വഭാവം അറിയാലോ, ഒന്നും രണ്ടും പറഞ്ഞ് സൗന്ദര്യപ്പണക്കമായി. എന്നിട്ട് പിന്നെയും പിണങ്ങിപ്പോയോ? ഇല്ലില്ല, അവൻ വേറെ ഏതോ ബിസിനസിന്റെ കാര്യവും പറഞ്ഞ് തിരുവനന്തപുരം വരെ പോയിരിക്കുക. കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. എല്ലാം അവനാ ചെയ്തത്. കല്യാണ മണ്ഡപം മാറ്റി ബുക്ക് ചെയ്തതും സ്വർണം വാങ്ങിയതും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ചുരുക്കി പറഞ്ഞ കോടികളും മുടക്കിയാണ് പെങ്ങടെ കല്യാണം ആങ്ങളെ നടത്തുന്നതെന്ന് സാരം. ജലജ പറഞ്ഞ പോലെ ഒരു KSRTC ഡ്രൈവർക്ക് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം ഇനി എന്തുവാ? മക്കള് നന്നായ എല്ലാം നന്നായിന്നാ. സത്യം പറയാലോ ഇച്ചേ, ഈ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ഞാൻ വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാ അവന്റെ വരവ്. ഇപ്പൊ സമാധാനായി. കാശ് എന്റെ പേരിലാ ബാങ്കിലിട്ടേക്കുന്നേ. എത്ര വേണമെങ്കിലും എടുത്തോളാനാ പറഞ്ഞേക്കുന്നത്. സുധിപേട്ടനില്ലേ സബിയേച്ചി ഇവിടെ? കാണാനില്ലല്ലോ. ഞാൻ വിളിച്ചോട്ട് ഫോണും എടുക്കില്ല. അവ മോളി കാണും. ഞാൻ നോക്കിയിട്ട് വരാം. ആ പെങ്കൊച്ചിന്റെ കാര്യം എന്തായി? നമ്മുടെ ശ്രുതിയുടെ അവളെ പറഞ്ഞുവിടാനുള്ള പരിപാടിയൊന്നുമില്ലേ? അതോ പ്രസവവും കഴിഞ്ഞ് കുട്ടിയും കെട്ടിച്ചു വിട്ടാലേ ഇനി പറഞ്ഞു വിടത്തുള്ളൂ? അതിന്റെ ഭർത്താവും വീട്ടുകാരും ഒക്കെ കല്യാണത്തിന് വരുമെന്നല്ലേ പറഞ്ഞതല്ലേ രവി? വരൂ അമ്മേ. അങ്ങനെ പറഞ്ഞോ? വരും. സുധിപേട്ടാ. ആ ശ്രുതി, അയ്യോ വയറൊക്കെ ഒത്തിരി അങ്ങ് വലുതായല്ലോ. ഓ, എനിക്ക് ഈ ഗർഭിണികളെ കാണുമ്പോ തന്നെ ശരിക്കും ഭയങ്കര പേടിയാ. വയറ്റിൽ കിടന്ന് കുഞ്ഞ് ചവിട്ടും കുത്തും ഒക്കെ ചെയ്യുമല്ലേ? ചിലരൊക്കെ പറയുന്നതേ കുഞ്ഞുങ്ങൾ ഈ സമയത്ത് വയറ്റിൽ കിടന്നേ അച്ഛനെ വിളിക്കുമെന്നാ. ഇതിപ്പോ ആരെ വിളിക്കുമല്ലേ? പാവം. ശ്രുതിയുടെ കുഞ്ഞിന്റെ കളറേ ശ്രുതിയെ പോലായിരിക്കോ അതോ അച്ഛനെ പോലായിരിക്കോ?
കറുപ്പാണോ വെളുപ്പാണോ ആർക്കറിയാല്ലേ? ഷോ, എന്നാ ശ്രുതി ഡേറ്റ് പറഞ്ഞിരിക്കണേ? 1 മാസം കൂടി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ആഹാ, സുദീപേട്ട, ശ്രുതിയെ കണ്ടില്ലേ? ആകെ അങ്ങ് വെളറി വെളുത്തുപോയി. ഇനിയിപ്പോ പ്രസവം കൂടെ കഴിയുമ്പോ തടിച്ച് വീർത്തങ്ങ് വൃത്തികേടാവുമായിരിക്കും. വാ സുദീപേട്ട. ആ ശ്രുതി, ജലജേച്ചി വന്നിട്ടുണ്ട്. നീ ഒന്നങ്ങോട്ട് ചെല്ല്. എന്തുമാത്രം വില കൂടിയ സാധനങ്ങളാ. എന്നാലും ഇതിത്തിരി കൂടി പോയിട്ടോ. ആ, നിന്റെ വയറൊക്കെ ഒത്തിരി അങ്ങ് കൂടിയല്ലോ. ഇത് ആങ്കൊച്ചാണെന്നാ തോന്നുന്നത് വയറ് കണ്ടിട്ട്. അകത്ത് കിടന്ന് ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടോ? ആ, ഒന്നും ഇല്ലെങ്കി പെങ്കൊച്ചായിരിക്കും കേട്ടോ. ഇനിയിപ്പോ എന്തായാലും എന്താ അല്ലേ, വല്ലവരും അല്ലേ നോക്കുന്നത്. അങ്ങ് പ്രസവിച്ചു കൊടുത്താ പോരെ അല്ലേ സബിതെ? അല്ല, ഞാൻ വേറൊന്നും അല്ല ഉദ്ദേശിച്ചത്. അവളല്ലല്ലോ നോക്കുന്നെന്നുള്ള അർത്ഥത്തില. മനസ്സിലായി. ഇനി എന്നാ ഈ തിരുവയർ ഒഴിയുന്നത്? ഡോക്ടർ ഡേറ്റ് ഒക്കെ പറഞ്ഞു കാണുമല്ലോ. ഇതിന്റെ കറക്റ്റ് ഡേറ്റ് ഒക്കെ ആർക്കറിയാനാ അല്ലേ? ഇത് വല്ലത് ഓർത്തു വെക്കാൻ പറ്റുമോ? ജൂലൈ 20-21 ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ കന്നിപ്രസവത്തിലെ കുഞ്ഞിനെ കാണാൻ എന്തൊരാകാംക്ഷ എന്നറിയോ തന്തമാർക്ക്. കുഞ്ഞ് കറുത്തതാണോ വെളുത്തതാണോ, തന്തയെ പോലാണോ അതോ തള്ളയെ പോലാണോ എന്നൊക്കെ അറിയാൻ. ഇവിടെ ഇനി ആർക്കാണോ ആകാംക്ഷ? ഇനിയിപ്പോ 1 മാസം കഴിയുമ്പോ ഹോസ്പിറ്റലിൽ ശ്രുതി അഡ്മിറ്റ് ചെയ്യും. ആഹാ, അപ്പൊ പ്രസവത്തിന് സാറും ടീച്ചറും ഒക്കെ ലീവ് എടുത്ത് നോക്കുമായിരിക്കും അല്ലേ? ഓ, നിന്റെ ഒരു ഭാഗ്യവേ. അല്ല, പ്രസവം കഴിഞ്ഞാ നീ അങ്ങ് പോവല്ലേ? ആര് പോവാൻ? കാത്തിരുന്ന് കാണാം. ഇതൊക്കെ എവിടെ പോവാൻ? ഓ, എന്നാലും ഇച്ചയും കൊച്ചേട്ടനെ ഒന്നും അറിയിക്കാതെ ഇത് കൊണ്ടു നടക്കുന്നത് ഒരു മിടുക്ക് തന്നെയാ എന്റെ സബി. അല്ലേ ശ്രുതി? ഏതോ ഒരു സുരഭിയുടെ അനുജത്തി, ഷിപ്പിൽ ജോലി ചെയ്യുന്ന ജയകൃഷ്ണന്റെ ഭാര്യ ശ്രുതി. എന്തൊക്കെ നാടകങ്ങളാ. സമ്മതിച്ചു സബി, സമ്മതിച്ചു. ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ. ഈ പെണ്ണിതെവിടെ പോയി കിടക്കുക? ജയസുദേ, എടി ജയസുദേ. ഒന്നും വിചാരിക്കില്ലേ ശ്രുതി? സാരല്ലേ ചേച്ചി, അവര് പറയട്ടെ. സബി, നീ ഒന്നിങ്ങ് വന്നേ. ഇനി എന്നാ ഈ തിരുവയർ ഒഴിയുന്നത്? ഡോക്ടർ ഡേറ്റ് ഒക്കെ പറഞ്ഞു കാണുമല്ലോ. ഇതിന്റെ കറക്റ്റ് ഡേറ്റ് ഒക്കെ ആർക്കറിയാനാ അല്ലേ? എന്റെ രവി, ഇതൊക്കെ നാട്ടിൽ നടപ്പില്ലാത്ത കാര്യങ്ങളാണല്ലോ. സാധാരണ വരന്റെ വീട്ടുകാർക്ക് വധുവിന്റെ വീട്ടുകാര് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു, സ്വർണം വാങ്ങിക്കൊടുക്കുന്നു ഒക്കെ പതിവില്ലാത്ത കാര്യങ്ങളാ. ഇത് നമ്മളെ കൊച്ചാക്കിയതിന് തുല്യമായിപ്പോയി. അല്ലെങ്കിലും എനിക്ക് ആ ചെറുക്കന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പണം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ നിഗളിക്കുവോ മനുഷ്യര്? അങ്ങനെയൊന്നും ആയിരിക്കില്ല അമ്മേ. അതൊക്കെ ഓരോരുത്തരുടെ പ്രകൃതമല്ലേ, അതിനെ അങ്ങനെ അങ്ങ് കണ്ടാ മതി. അവര് കൊണ്ട് തന്നില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വാങ്ങാതിരിക്കോ? അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വാങ്ങുന്നതിന് മുൻപ് ഒരു വാക്കൊന്ന് ചോദിച്ചൂടെ? ചിത്രഭാനുവിന്റെ സ്വഭാവവും പ്രകൃതവും ഒന്നും അല്ല ആ ചെറുക്കന്, ആ തള്ളയുടെയാ. ഒന്നും ഇല്ലെങ്കിൽ സകലതും ഉള്ള കണക്കാ പെരുമാറ്റം. അതെവിടെയോ പോയി എങ്ങനെയോ 10 കാശുണ്ടാക്കിയെന്ന് കരുതി ഇത്രയ്ക്ക് ദൂർത്തടിക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ ഒരു പെങ്ങളെ കല്യാണമല്ലേ,
അവന്റെ ഇഷ്ടത്തിന് അങ്ങ് നടത്തട്ടെ. നമുക്കിതിനകത്ത് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, വേണം. പക്ഷെ എല്ലാം അതിന്റെ ഒരു അളവിലും കണക്കിലും ഒക്കെ വേണ്ടേ? ഇതിന്റെ ബാക്കിയായിരിക്കുമല്ലോ ആ പെങ്കൊച്ച്. വന്നു കയറുമ്പോ അറിയാം അതിന്റെ ഗുണം. അവള് കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ള കൊച്ചാ. അതിന്റെ മാറ്റം ഉറപ്പായിട്ടും അവൾക്കുണ്ടാവും. പിന്നെ എന്നിട്ടാ ചേട്ടനും അനിയത്തിയും ചേർന്ന് ആ പാവം പെങ്കൊച്ചിനെ ഇട്ട് ഇളക്കിയത്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവളുടെ കയ്യിലും ഇച്ചിരി വെടിമരുന്നൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് മാറും. ചെറിയ പ്രായമല്ലേ. ഏതോ ജ്വല്ലറി മൊത്തത്തിൽ വാങ്ങിയെന്നാ തോന്നുന്നേ. ആ അമ്മയും മോളും ചേർന്ന് ആഡംബരം കാണിക്കാൻ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അല്ലാതെ എന്തുവാ? ഏതായാലും ഭാനിച്ചേട്ടന്റെ കഷ്ടപ്പാടങ്ങ് തീർന്നു. അതൊരു സമാധാനം. എങ്ങനെ കല്യാണം നടത്തുമെന്ന് കരുതിയിരിക്കായിരുന്നു പാവം. ഏതായാലും അവൻ രക്ഷപ്പെട്ടു, അത് സമ്മതിക്കണം. ഇതിനെല്ലാം കൂടി നല്ലൊരു തുകയായി കാണുമല്ലോ. ലക്ഷങ്ങൾ വരുമല്ലോ ഇതിനൊക്കെ. നുള്ളിപ്പിരിച്ച് നോക്കിക്കഴിഞ്ഞില്ലയോ സൗദേ? നിങ്ങൾക്കുള്ളതൊക്കെ അതിനകത്തുണ്ടല്ലോ. ഒരു പാവം വയറ്റുകണ്ണി പെണ്ണിന് ഒരു തൂവാലെയെങ്കിലും ഉണ്ടോ അതിനകത്ത്? സദ്യയുണ്ടിട്ട് കൈ തുടയ്ക്കാൻ ഉണ്ടോ? ഇല്ല അല്ലേ? കാണത്തില്ല. അവൾ ഇവിടുത്തെ ആരും അല്ലല്ലോ. മനസാക്ഷിയുള്ളവരാണെങ്കിൽ വീട്ടിലെ വേലക്കാരിക്കടക്കം എന്തെങ്കിലുമൊക്കെ വാങ്ങിയേന്. ശ്രുതിക്ക് നമ്മള് വാങ്ങിയിട്ടുണ്ടല്ലോ അച്ഛാ. നന്നായി, അതെങ്കിലും തോന്നിയല്ലോ. ആ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് അവർക്ക് വാങ്ങിക്കായിരുന്നു. ആ ജയസുധയ്ക്കെങ്കിലും ബോധമില്ലായിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, അവളായിരിക്കും വേണ്ടാന്ന് പറഞ്ഞത്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ന കാര്യം സൗദേ. ജയസുധയുടെ കല്യാണം. അവൾ അവിടെ ചേട്ടത്തിക്കും ചേട്ടനും കെട്ടിയോനും സാധനങ്ങൾ വാങ്ങുമ്പം വലിഞ്ഞു കയറി നിൽക്കുന്നവളെ എന്തിനു ഗവനിക്കണം? രാജാവിനെ തൊഴുതാ പോരെ, രാജകിങ്കരനെ തൊഴണ്ടല്ലോ. ഇതൊക്കെ ചില ലക്ഷണങ്ങളാ, വരാനിരിക്കുന്നതിന്റെ സൂചനകള്. നാശം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഇതൊക്കെ എടുത്തോണ്ട് പോയിട്ട് ആരുടെ അമ്മൂമ്മയ്ക്ക് വായിക്കലിടാനാണാവോ? ഇത് എവിടെ പോയി? ഇതിൽ നോക്കട്ടെ. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുന്നാരപുത്രൻ അവൻ പോയല്ലോ. എല്ലാറ്റിനും എന്നെ കുരുക്കിട്ട് മൂട്ടിലെ പൊടിയും തട്ടി പോയല്ലോ. ഇനി ഞാൻ ഓടണം അല്ലേ? ഇതെവിടെയാണെന്ന് ആർക്കറിയാം. എടി, നിന്റെ അച്ഛൻ കാരണം അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ചേട്ടൻ ഇങ്ങ് വരൂ അമ്മേ, അമ്മ നോക്കിക്കോ. അവൻ വന്നത് തന്നെ. അവനും ഇല്ലേ നാണോ മാനോ ഒക്കെ? അവൻ വരത്തില്ലെന്നാ പറഞ്ഞേ. ഒരുത്തൻ വന്നിരിക്കണം കല്യാണം നടത്താൻ. ഒരു കോടീശ്വരൻ. എടി ജലജേ, ഞാനിവിടെ വെച്ചിരുന്ന ആധാരം എവിടെയാടി? ഇതെവിടെ പോയി കിടക്കല്ലോ? എവിടെയാണ് ഇത് പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? ജലജേ, എടി ജലജേ, ഇതെവിടെ പോയി കിടക്കല്ലോ? എടി ജലജ, എന്റെ സ്ഥലത്തിന്റെ ആധാരം എവിടെ? ജലജേ, എന്താ അവിടെ അടയിരിക്കായിരുന്നോ നീ? എടി, എന്റെ സ്ഥലത്തിന്റെ ആധാരം എവിടെ പൂഴ്ത്തി വെച്ചിരിക്കാ നീ? സ്ഥലത്തിന്റെ ആധാരോ? ആര് പൂഴ്ത്തി വെച്ചു? നിങ്ങക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടി, ഭ്രാന്ത് തന്നെയാ. ഇപ്പോഴാണല്ലോ നിനക്കത് തോന്നിയത്. നിന്റെ പുന്നാരപുത്രൻ കാല് കുത്തിയപ്പോ എനിക്കത് കൂടുക ചെയ്തേ. അതാ കാര്യമല്ലേ? ഇപ്പൊ എന്താ നിങ്ങക്ക് വേണ്ടത്? ആധാരം. എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന ആ ഭൂമിയുടെ ആധാരം എവിടെ കൊണ്ടുവച്ചിരിക്കുക? എനിക്കത് ഇപ്പൊ വേണം. അച്ഛനിപ്പ എന്തിനാ ആധാരമൊക്കെ നോക്കണേ?
എടി നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിടാനുള്ളത് എനിക്ക്. ആ, അതിന് നിങ്ങൾ എന്തിനാ മെനക്കെടുന്നേ? അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അവൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ. ദാ കണ്ടോ, നിന്റെ പുന്നാര പുത്രൻ അവന്റെ അച്ഛന്, അതായത് എനിക്ക് എഴുതി വച്ചിരിക്കുന്ന സ്വകാര്യ കത്ത് ഞാൻ വായിക്കാം കേട്ടോ. പ്രധാനപ്പെട്ടതിന് ഞാൻ അടിവരെ ഇട്ടിട്ടുണ്ട്. 3-4 പേജിലാണ് എഴുതിയിരിക്കുന്ന നോവല്. ഞാൻ വായിക്കാം. സ്വന്തം മകന്റെ വളർച്ചയിൽ ഇത്രമാത്രം കണ്ണുകടിയുള്ള അച്ഛൻ ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ? അവന്റെ ചോദ്യ. ഞാൻ ആരാടി? പെരുന്തച്ഛനോ അവന്റെ വളർച്ചയിൽ കണ്ണുകടിക്കാൻ? അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് വളർന്നു? ആള് വളർന്നോ? അറിവ് വളർന്നോ? രണ്ടുമില്ലല്ലോ. ആളും അറിവും ഒക്കെ വളരാത്തതുകൊണ്ടാണ് അവൻ ഇത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയത്. ആ സമ്പാദിച്ചു കൂട്ടിയതിന്റെ കണക്ക് ചോദിച്ചതിനല്ലേടി അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ഇങ്ങോട്ട് നോക്കടി. എടി, എന്റെ ഒറ്റ ചോദ്യത്തിന് അവന് ഉത്തരം ഉണ്ടായിരുന്നോ? അറിവ് വളർന്നു പോലും. ആവണക്കും ആട്ടും കാട്ടവും തിരിച്ചറിയാത്ത ജന്മം എവിടെങ്കിലും പോയി തൊലയട്ടെ. ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. എവിടെ പോയി എന്റെ ആധാരം? എനിക്കതിപ്പോ വേണം. അയ്യോ, എന്തെങ്കിലും സാധനം കാണണമെങ്കിൽ വെച്ചെടുത്ത് നോക്കണം, എന്നാലേ കാണൂ. വെറുതെ കിടന്ന് ചാടിയിട്ടൊന്നൊരു കാര്യമില്ല. നീ വാടി കൊച്ചെ, നേരം പോണു. എങ്ങോട്ടാ എങ്ങോട്ടാ കെട്ടി ഒരുങ്ങി? വല്ല അമ്പലത്തിൽ കെട്ടുകാഴ്ച ഉണ്ടോ? പഴയ പോലെ അല്ലല്ലോ ഇപ്പൊ നടപ്പ്. അതെ, അങ്ങനെ ഇനി നടക്കേണ്ട കാര്യവുമില്ല. ഇതൊന്നും നിങ്ങൾ വാങ്ങി തന്നതല്ലല്ലോ. അല്ലല്ലോ, നിങ്ങൾക്ക് സകലത്തിനും കണ്ണുകടിയാ ഇപ്പോ. ദേ, നിങ്ങൾ എന്നെങ്കിലും എനിക്കും എന്റെ പിള്ളേർക്കും റേഷൻ തുണി അല്ലാതെ ഉടുക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഉണ്ടോ? അതെങ്ങനെയാ? അതിൽ നിന്ന് കിട്ടുന്ന ചക്രം ഒന്നിനും തികയില്ലല്ലോ. മാസം പകുതി കഴിയുമ്പോഴേക്കും തെണ്ടിയല്ലേ ജീവിക്കുന്നത്. ഇതെനിക്ക് എന്റെ മോൻ വാങ്ങി തന്നതാ, അറിയോ? അതേടി, തെണ്ടി തന്നെയാടി. അതിലൊരു അന്തസ്സുണ്ട്. KSRTC ഡ്രൈവർ ചിത്രഭാനുവിന് അത് പറഞ്ഞ് തെണ്ടുന്നതിൽ ഒരു മടിയില്ല. കാരണം ഞാൻ അന്തസ്സായിട്ട് വളയം പിടിച്ചിട്ടാണ് ജീവിക്കുന്നേ. അതിന് നിന്റെ മോന്റെ പുച്ഛം ദാ ഈ കത്തിലുണ്ട്. ഞാൻ വായിക്കാം. KSRTC മുക്കാച്ചക്രം വാങ്ങുന്ന ഏതൊരച്ഛനും ഇതൊക്കെ പറയാനുള്ളൂന്ന്. അതിനവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇപ്പോഴും കിടന്ന് ശ്വാസം മുട്ടിയാ മുക്കാച്ചക്രമല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം ഈ കൊച്ചിന്റെ കല്യാണം നടക്കുവോ? പറ, നടക്കുമായിരുന്നോ? ഇതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അത് ശരി. എടി, ആ മുക്കാച്ചക്രം ശമ്പളത്തിനാടി ഇത്രയും കാലം നിന്റെ മക്കളുടെയും കാര്യങ്ങൾ നടത്തിയത്. അത് നീ അറിഞ്ഞില്ലായിരുന്നോ? എന്തെല്ലാം കുറവുകളാടി എനിക്കുള്ളത്. എന്നെപ്പോലൊരു KSRTC ജീവനക്കാരന് അച്ഛനാണെന്ന് പറയാൻ അവന് നാണക്കേടല്ലയോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ദേ, ഇതിനകത്തുണ്ടെല്ലാം. അവൻ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ല, ജീവിക്കാനുള്ള ചുറ്റുപാട് കൊടുത്തില്ല, അവനെ സ്നേഹിച്ചിട്ടില്ല, എന്തിന് ഒരു നല്ല പേര് പോലും കൊടുത്തിട്ടില്ല. പരാതികൾ എഴുതിയിരിക്കുക. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അവനെ നല്ല നിലയിൽ പഠിപ്പിച്ച് ഏതെങ്കിലും സർക്കാർ ജോലി കയറ്റണമെന്ന്. എന്നിട്ട് എന്തായി? എന്നോടൊരു വാക്ക് പോലും പറയാതെ നാട് വിട്ടില്ലേ അവൻ. എത്ര ദിവസം എടുത്തു എന്നറിയാമോ ഞാനൊന്ന് കണ്ണീരടക്കാൻ? എനിക്ക് സ്നേഹമില്ലെന്ന്. ഇപ്പം നിങ്ങൾക്ക് കല്യാണം നടത്താൻ എത്ര ലക്ഷം രൂപ വേണം? ഞാൻ തരാം. എത്ര വേണമെന്ന് പറ. അച്ഛൻ അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടാ ഏട്ടൻ പോയത്. ആഹാ, അപ്പൊ അമ്മയും മക്കളും ചേർന്നുള്ള കളിയല്ലേ? നിന്റെ അക്കൗണ്ട് ലക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കല്ലേ? നീ ഒന്നാലോചിച്ചോ ജലജെ, ഞാനൊരു നിശ്ചിത വരുമാനമുള്ള KSRTC ഡ്രൈവറാ. എന്റെ വരവിനേക്കാൾ കൂടുതൽ ഞാൻ ചെലവാക്കിയാൽ അതിന്റെ കണക്ക് സർക്കാരിനെ കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ അകത്തു പോവും. KSRTCയിൽ താഴെ തട്ട് മുതൽ മുകളിൽ MDയുടെ ശമ്പളത്തിന് വരെ കണക്കുണ്ട്, അറിയോ? നിന്റെ മോൻ അവനേതോ കമ്പനിയിലെ വലിയ ആളാണെന്നല്ലേ പറയുന്നത്, കോടീശ്വരൻ. അവന്റെ ദിവസ ശമ്പളം എത്രയാ അറിയോ നിനക്ക്? അതെന്താന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് പറയാൻ അവൻ എന്താ ഇത്ര മടി? അതെന്താവും പറയാത്തത്? ഇത്രയും പണത്തിന്റെ സോഴ്സ് എന്താ? അതെന്താന്നവൻ പറയാത്തതെന്താ? അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് വലിയ തെറ്റായി പോയോ? ഒരു കോടീശ്വരൻ വന്നിരിക്കുന്നു. അവന്റെ ഏർപ്പാടൊക്കെ കണ്ടിട്ട് പേടിയാവും എനിക്ക്. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, ഭാനുവിന് ലോട്ടറി അടിച്ചോ അതോ മോന് സ്വർണ്ണക്കടത്താണോ? ആൾക്കാരങ്ങനെ പലതും ചോദിക്കും, പറയും. അതിന് നിങ്ങൾക്കെന്താ? അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എല്ലാ എണ്ണത്തിനും അസൂയ. ചിത്രഭാനുവും ഭാര്യയും മോളുടെ കല്യാണം നടത്താൻ പിച്ചച്ചട്ടി എടുക്കുമെന്ന് എല്ലാവരും അങ്ങ് കരുതി കാണും.
ഈ കല്യാണവേ ഇങ്ങനെ തന്നെ നടത്തും ആർഭാടമായിട്ട്. വാടി, എല്ലാവർക്കും ഉള്ള സാധനം എടുക്ക്, പോവാ. അങ്ങനെ ഈ കല്യാണം നടക്കില്ല. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? പിന്നെ എന്ത് ചെയ്യുമെന്നാ? ഈ കല്യാണം ഞാൻ എന്റെ ഇഷ്ടത്തിന് നടത്തും. ഞാനാണ് തന്തയെങ്കിൽ എന്റെ മണ്ണ് വിറ്റോ പണയം വെച്ചോ ഞാൻ ഈ കല്യാണം നടത്തും. ലക്ഷങ്ങളൊന്നും വാരിയെറിയാൻ എന്റെ കയ്യിലില്ല. ഈ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മറ്റന്നാൾ രാവിലെ 10-നും 10:30-ക്കും ഇടയ്ക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നടത്തും. എന്റെ മോളുടെ കഴുത്തിൽ സുദീപ് താലി കെട്ടും. ഇതെന്റെ തീരുമാനമാണ്. അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ മോൻ തീരുമാനിച്ചതെല്ലാം അത് മാത്രമേ നടക്കൂ. അവൻ ആഗ്രഹിച്ചതുപോലെ ഈ കല്യാണം നടത്തും. ഇവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ എന്റെ മോളുടെ കല്യാണം ഞാൻ തീരുമാനിക്കും. അച്ഛൻ അങ്ങനെ നടത്തിയാ മതി. എന്റെ കല്യാണം ഇങ്ങനെ ഒന്നും നടത്തണ്ട. വേറൊരു മോളുണ്ടെങ്കിലേ അവളുടെ കല്യാണം ഇങ്ങനെ നടത്തിക്കോ. ഈ കല്യാണത്തിന് എന്നെ കിട്ടില്ല.